പറയൂ ദീപക്, എനിക്കൊന്ന് 7:31 വിമാനം അവിടെ വരിക. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈദ് മുബാറക്. ഇന്ന് ബലിപെരുന്നാളാണ്, ദുൽഹജ്ജ് 10. ബലിപെരുന്നാളിൻ്റെ സന്ദേശം ത്യാഗത്തിന് വലിയ വിജയമുണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂട്ടായ്മയ്ക്കും വലിയ വിജയമുണ്ടാകുമെന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് റഹീമിൻ്റെ കാര്യത്തിൽ നടന്നത്. റഹീമിന് വേണ്ടി എല്ലാവരും ത്യാഗം ചെയ്തു. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായ കുറച്ച് തുക മാറ്റിവെച്ചു. ആ മാറ്റിവെച്ചത് ഒരു വലിയ കൂട്ടായ്മയിലാണ്. ആ കൂട്ടായ്മയുടെ വിജയമാണ് അല്പസമയത്തിനകം എനിക്ക് പുറകിൽ കാണുന്ന ഈ ടെർമിനലിൻ്റെ ഈ എറൈവൽ ഭാഗത്തൂടെ, എറൈവലിൻ്റെ കവാടം കടന്ന് റഹീം എത്താൻ പോകുന്നത്. നമ്മളിതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് 1-നായിരുന്നു തോന്നുന്നു SM സ്ട്രീറ്റിൽ നിന്നും നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ SKN ഈ ഒരു ദൗത്യം ആഹ്വാനം ചെയ്യുന്നു. അത് കഴിഞ്ഞ് വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ, അതുപോലെ വിവിധ വ്യവസായ രംഗത്തെ പ്രമുഖർ, അങ്ങനെ നിരവധി പേർ, കേരളം ഒന്നടങ്കം, മലയാളി ഒന്നടങ്കം, ലോക മലയാളി ഒന്നടങ്കം റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി തന്നാലാവുന്നത്, അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന മാതൃകയിലാണ് സംഭാവനകൾ ചെയ്തത്. നമ്മളിപ്പോഴും ആ സ്ക്രീനിൽ ഇങ്ങനെ മിന്നിമറയുന്ന തുക കാണിച്ചത് ഓർക്കുകയായിരുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു അത്. അപ്പോൾ അന്ന് റഹീമിൻ്റെ ഉമ്മ ഫാത്തിമ എന്ന് വിളിക്കുന്ന ഫാത്തിമ, അവരന്ന് വേദനയോടെ പറഞ്ഞിരുന്നു, ഈ നാടാകെ കൂടെ നിന്നാൽ എൻ്റെ മോനെ എനിക്ക് കണ്ടു മരിക്കാം എന്നുള്ളത്. ഞാൻ ഇന്നലെയും ആ ഉമ്മയുമായി ഏറെ നേരം സംസാരിച്ചു. ആ ഉമ്മ ക്യാമറയ്ക്ക് മുൻപിൽ ഇനി വരുന്നത് റഹീമിനൊപ്പം മാത്രമായിരിക്കും എന്നുള്ളതാണ് ആ ഉമ്മ പറയുന്നത്. ഉമ്മ പ്രാർത്ഥനയോടുകൂടി, ഇന്നലെ ഉമ്മയ്ക്ക് നോമ്പാണ്, കാരണം ഈ ദുൽഹജ്ജ് 9 ഇന്നലെ, നോൻപ് ദിവസമാണ്. ആ നോൻപെടുത്ത് പ്രാർത്ഥനയോടെ ഉമ്മ പറഞ്ഞത്, മോൻ എത്തിക്കഴിഞ്ഞിട്ടാവാം എൻ്റെ പെരുന്നാൾ. 20 വർഷമായി അവർക്ക് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഇല്ല. കാരണം മകനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കഴിയുകയായിരുന്നു ആ ഉമ്മ. ഏതായാലും ഈ വലിയ പെരുന്നാൾ SKN ഇമ്മിണി വലിയ, ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മിണി വലിയ പെരുന്നാളാണ് കോഴിക്കോട്ടുകാർക്ക്, മലയാളികൾക്ക്, റഹീമിൻ്റെ കുടുംബത്തിന് SKN. ഓക്കെ, ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി അബ്ദുറഹിമിൻ്റെ ഫറൂഖിലെ വീട്ടിൽ അജി കുഞ്ഞുമോനുണ്ട്. അജി കുഞ്ഞുമോൻ കുടിച്ചത്. അജി, യഥാർത്ഥത്തിൽ ആ വീട്ടിൽ ഏറ്റവും വലിയ ആഹ്ലാദത്തിൻ്റെ പൂത്തിരി കത്താൻ പോകുന്നു. അല്പസമയത്തിനകം കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ അബ്ദുറഹിം ഇറങ്ങുന്നു. ഒരുപക്ഷെ ഈ ഉമ്മയോട് നമ്മൾ അന്ന് കണ്ടപ്പോൾ പറഞ്ഞതാണ്, എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഉമ്മയുടെ മകൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരും. ആ നിമിഷം സംജാതമാക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്കും സന്തോഷം പകരുന്ന കാര്യമാണ്. പറയാ ജി, ഒരുപക്ഷെ ഉമ്മയും മറ്റുള്ളവരും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒക്കെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. SKN തീർച്ചയായിട്ടും സഹോദരനടക്കം കാത്തിരിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്നാണ് റഹീം അന്ന് പോയത്, ജോലി തേടി സൗദിയിലേക്ക് പോയത്. 20 വർഷങ്ങൾക്കിപ്പുറം ഈ പെരുന്നാൾ ദിനത്തിൽ ഇരട്ടി മധുരവുമായി സന്തോഷത്തിൻ്റെ ബലിപെരുന്നാൾ ദിനത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. SKN സൂചിപ്പിച്ചതുപോലെ സഹോദരൻ നസീർ നമുക്കൊപ്പമുണ്ട്. SKN അടക്കം അന്ന് ഈ വീട്ടിൽ വന്ന് വലിയ തരത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും 24 നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിൽ എന്താണ് തോന്നുന്നത്? SKN ഗുഡ് മോർണിംഗ്. വളരെ നന്ദിയുണ്ട് കേട്ടോ SKN. ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷത്തിലാണ്. നമ്മൾ ബലിപെരുന്നാൾ വലിയ ആഘോഷമായിട്ട് ഇതാ എല്ലാവരും വന്നിരിക്കുകയാണ്. ഫാമിലി എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, എയർപോർട്ടിലേക്ക് എല്ലാവരും പോയിട്ടുണ്ട്. 7:30 മണിക്ക് ഇറങ്ങുന്നതാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂട്ടമായിട്ട് ബലിപെരുന്നാളും വലിയ ആഘോഷമായിട്ട് മാറ്റാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മലയാളികളും ഒപ്പം നിന്നു ഈ ദൗത്യത്തിനൊപ്പം. അവരോട് എന്താണ് ഈ ഘട്ടത്തിൽ? അവരോട് എപ്പോഴും പറയുന്ന കാര്യം നന്ദി തന്നെ ഉള്ളൂ, വേറെ ഒന്നും കൊടുക്കാനില്ല. നന്ദിയും കടപ്പാടും. റഹീമിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്താണ് എന്ത് പറയുന്നോ നമ്മൾ അവരൊപ്പം കൂടി ചേരും എന്നുള്ളതാണ് ഫാമിലിൻ്റെ ഇത് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ബന്ധുക്കളൊക്കെ ഇന്നലെ തൊട്ട് ഈ വീട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ പെരുന്നാളിനൊപ്പം ഉള്ള ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ്. കാരണം 20 വർഷങ്ങൾക്ക് മുൻപ് ജോലി തേടിപ്പോയി. ഇപ്പോൾ ആ 20 വർഷത്തെ ഇടയ്ക്കുള്ള പെരുന്നാളുകൾ, വലിയ പെരുന്നാളിലും ചെറിയ പെരുന്നാളിനും ഒപ്പം റഹീം ഇല്ലായിരുന്നു. പക്ഷേ ഇനിയുള്ള പെരുന്നാളുകളിൽ റഹീം ഒപ്പം ഉണ്ട്. അതെ അതെ അതെ, ഇതിപ്പോൾ 20 വർഷം അവിടെയും പെരുന്നാൾ ഇവിടെയും പെരുന്നാൾ കഴിച്ചു എന്നല്ലാതെ ആഘോഷിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ പെങ്ങന്മാരും ഫാമിലിയൊക്കെ വന്നപ്പോൾ എല്ലാവരും വീട്ടിലും നിൽക്കുന്ന അവർ എൻ്റെ വീട്ടിലേക്ക് വരിക, ഞാൻ വിളിക്കാതെ വരികയാണ്. അപ്പോൾ അതൊരു വലിയൊരു ആഘോഷമായി. കാരണം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പെങ്ങന്മാരെ കല്യാണിച്ച് വീട്ടിലേക്ക് പറഞ്ഞാൽ അവരൊക്കെ പെരുന്നാളിൻ്റെ തലേന്ന് എൻ്റെ വീട്ടിലേക്ക് വരിക, ഈ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്ത സുഹൃത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ഒരു സംഭവമായിട്ട് മാറുകയാണ്. എല്ലാവരും ഉണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. പറയാൻ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും അത്രയും സന്തോഷത്തിലാണ് SKN. എൻ്റെ ഒരു അഭിനന്ദനവും നന്ദിയും പറഞ്ഞേക്കാം, എൻ്റെ സന്തോഷം കൂടി പറഞ്ഞേക്കാം ജി. എന്തായാലും നസീറിനെ പോലുള്ള എത്രയോ ആൾക്കാർക്ക് ഇന്ന് ആഹ്ലാദം ഉണ്ടാകുന്ന ദിവസം. പറഞ്ഞോളൂ, ഞാനത് കണ്ടുകൊണ്ട് നിൽക്കാം ഇവിടെ ഈ സ്റ്റുഡിയോയിൽ.
SKന്റെ ഒരു അഭിനന്ദനവും ആശംസകളൊക്കെ പറയാൻ പറഞ്ഞു. താങ്ക് യു എസ്കാൻ വരുമോ വരുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ബുദ്ധിമുട്ടാക്കുന്നില്ല, എന്നാലും വീട്ടിലേക്ക് വരണം ഇൻഷാ ഓ അല്ലാഹ്. ഷുവർ ഞാൻ വരുമെന്ന് പറഞ്ഞു അജി. നസീറിനോട് പറഞ്ഞേക്കൂ, ഞാൻ ആ വീട്ടിൽ വരും. ആ ഉമ്മയുടെ സന്തോഷം എനിക്ക് കൂടി നേരിട്ട് കാണണം. പിന്നെ അബ്ദുറഹിമായിട്ട് കുറച്ചു നേരം സംസാരിക്കണമെന്നുണ്ട്. എപ്പോഴാണോ നമ്മൾ കാത്തിരിക്കും. ഓ ഷുവർ, തീർച്ചയായിട്ടും വരും. എന്തായാലും റഹീമിനോട് സംസാരിക്കുകയും വേണം. ഉമ്മയോട്ട് സംസാരിക്കണമെന്ന് എസ്കൻ പറഞ്ഞു. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് നമ്മൾ വെയിറ്റ് ചെയ്യും. എസ്കാന് വരണം. അന്ന് പിറ്റേ ദിവസം ഇവിടെ എസ്കാനും ഭാര്യയും ഇവിടെ വന്നത് നമുക്കറിയാലോ. എസ്കാൻ ഇത് ഏറ്റെടുത്തത് നമുക്കറിയാലോ. എന്തായാലും എസ്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്താം അജി. എന്തായാലും നമുക്ക് എല്ലാം സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ചിലരൊക്കെ കമൻറ്റ് ബോക്സിൽ ബോച്ചയെ മറന്നു. ബോച്ചെ ഒരിക്കലും നമ്മൾ മറക്കില്ല. ബോച്ചയും തീർച്ചയായിട്ടും ഇത് ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് അധികം പാടുപെട്ടു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരുന്ന മലയാളികൾ കൈയയച്ച് സഹായിച്ചു. അവരെല്ലാവരും നമ്മൾ ഓർമ്മിക്കുന്നു. മാത്രമല്ല, നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു കൂട്ടായ്മയിൽ നിന്നാൽ ഒന്നും നമുക്ക് അസാധ്യമല്ല എന്നുകൂടി തെളിയിച്ച പുതിയ കേരള മോഡലാണ്. ഇവിടെയാണ് നമ്മുടെ MMCയുടെ പ്രസക്തി. ഞാൻ ഇവിടെ MMCയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്നിൽ പോലും നമ്മൾ ഒന്നിച്ചു നിൽക്കണം. മലയാളി ജനസമൂഹം പരസ്പരം സഹായിക്കാനുമുള്ള ആളുകളാണ് എന്ന് നമ്മൾ ലോകത്തോട് തെളിയിച്ചു കൊടുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.